വിശദമായ വാർത്തകളിലേക്ക്. ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെ കുറ്റവിമുക്തനാക്കിയ വിചാരണ കോടതി ഉത്തരവിനെതിരെ അപ്പീലുമായി കന്യാസ്ത്രീ. കോടതി വിധി തെറ്റായ രീതിയിലെന്ന് ഹൈക്കോടതിയിൽ നൽകിയ അപ്പീലിൽ കന്യാസ്ത്രീ പറയുന്നു. തെളിവുകൾ പുനഃപരിശോധിക്കുന്നതിൽ വിചാരണ കോടതി പരാജയപ്പെട്ടുവെന്നും അപ്പീലിലുണ്ട്. അതേസമയം ഫ്രാങ്കോ മുളയ്ക്കലിനെ കുറ്റവിമുക്തനാക്കിയ വിചാരണ കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകാൻ പ്രോസിക്യൂഷന് സർക്കാർ അനുമതി നൽകി. വാർത്തയുടെ വിശദാംശങ്ങളുമായി സിജോ വി ജോൺ ചേരുകയാണ്. സിജോ, അപ്പീലിൽ ഉള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? കന്യാസ്ത്രീയെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചുവെന്ന കേസിൽ ഫ്രാങ്കോ മുളയ്ക്കലിനെ നേരത്തെ കോട്ടയത്തെ കോടതി കുറ്റവിമുക്തനാക്കിയിരുന്നു. കോട്ടയം അഡീഷണൽ സെഷൻസ് കോടതിയാണ് ഫ്രാങ്കോ മുളയ്ക്കലിനെ കുറ്റവിമുക്തനാക്കിയിരുന്നത്. ഈ വിധിയിൽ പറഞ്ഞിരുന്ന ഒരു കാര്യം, ഈ കന്യാസ്ത്രീയുടെ മൊഴിയിൽ സ്ഥിരതയില്ല എന്നുള്ള കാര്യമാണ് പ്രധാനമായും പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ മൊഴി വിശ്വാസത്തിലെടുക്കാൻ പറ്റില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു അന്ന് ഫ്രാങ്കോ മുളയ്ക്കലിനെ കുറ്റമുക്തനാക്കിയിരുന്നത്. ഈ വിധി വന്ന് മാസങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ഈ പരാതിക്കാരിയായ കന്യാസ്ത്രീ വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഹൈക്കോടതിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന ഒരു കാര്യം, ഈ താൻ ഹാജരാക്കിയ തെളിവുകൾ അത് പരിശോധിക്കുന്നതിൽ വിചാരണ കോടതി വീഴ്ച വരുത്തി, കോടതിയുടെ ഭാഗത്ത് വീഴ്ചയുണ്ട് എന്നുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല ഈ വിധി തെറ്റാണ്, അതുകൊണ്ട് തന്നെ തന്റെ അപ്പീൽ അനുവദിക്കണം എന്നുള്ളൊരു കാര്യമാണ്. അത്തരം ഒരു വാദം തന്നെയാണ് ഇപ്പോൾ ഈ കോടതിയിൽ പരാതിക്കാരിയായ കന്യാസ്ത്രീ ഉന്നയിക്കുകയും ചെയ്തിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ വിധി വന്നതിന് പിന്നാലെ തന്നെ ഇതിനെതിരെ അപ്പീൽ നൽകുന്നൊരു കാര്യം അന്വേഷണ സംഘം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അതിനുള്ള നടപടികൾ പ്രോസിക്യൂഷൻ ആരംഭിക്കുകയും ചെയ്തിരുന്നു. പ്രോസിക്യൂഷൻ സർക്കാരിനെ സമീപിച്ചിരുന്നു. ഈ സർക്കാർ ഇപ്പോൾ ഇതിന് പ്രോസിക്യൂഷന് തുടർ നടപടികളിലേക്ക് പോകാൻ മേൽക്കോടതിയെ സമീപിക്കാനുള്ള അനുമതി നൽകിക്കൊണ്ടുള്ള തീരുമാനമായിട്ടുണ്ട്. എന്തായാലും വൈകാതെ തന്നെ ഇത് സംബന്ധിച്ച സർക്കാരിന്റെ പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്ന് ഈ മേൽക്കോടതിയെ സമീപിക്കാനുള്ള നടപടികൾ ഉണ്ടാകുമെന്നാണ് അറിയുന്നത്. സിജോ, വിധി വന്നതിന് പിന്നാലെ തന്നെ അപ്പീൽ പോകുമെന്ന് പ്രോസിക്യൂഷൻ അടക്കം വ്യക്തമാക്കിയിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇനി അപ്പീൽ പോയാൽ ഉള്ള നിയമവശങ്ങൾ അതെങ്ങനെയാകും? വലിയ സാധ്യതയാണ് ഈ കേസിലുള്ളതെന്നാണ് അന്ന് അന്വേഷണം നടത്തിയിരുന്ന എസ് പി ഹരിശങ്കർ വ്യക്തമാക്കിയിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ വിധിയുടെ പൂർണ്ണരൂപം പഠിച്ചതിന് ശേഷം ഇതിന്റെ നിയമോപദേശം ഉൾപ്പെടെ തേടിയതിന് ശേഷം തുടർ നടപടികളിലേക്ക് പോകുമെന്ന് പറഞ്ഞിരുന്നത്. പക്ഷേ ഇതിൽ അപ്പീൽ പോകണമെന്നുണ്ടെങ്കിൽ സർക്കാരിന്റെ അനുമതി വേണം. അതിനായിട്ടുള്ള ഒരു കാത്തിരിപ്പിലായിരുന്നു. എന്തായാലും ഇതിന്റെ നിയമവശങ്ങൾ പരിശോധിച്ചതിന് ശേഷമാണ് ഇപ്പോൾ അപ്പീലിനുള്ള അനുമതി പ്രോസിക്യൂഷന് സർക്കാർ നൽകിയിരിക്കുന്നത്. സ്വാഭാവികമായും ഇനി ഹൈക്കോടതിയിൽ ഉൾപ്പെടെ മറ്റ് മേൽക്കോടതിയിൽ നിയമപരമായ നടപടികളുമായി മുന്നോട്ട് പോകാനും ഫ്രാങ്കോയ്ക്കുള്ള കേസ് അന്വേഷണം തുടരുന്നതിനുള്ള മറ്റ് നടപടികളിലേക്ക് പോകാനും അതിനുള്ള സാധ്യത തന്നെയാണ് പ്രോസിക്യൂഷൻ തേടുന്നത്. ഏതായാലും ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെ കുറ്റവിമുക്തനാക്കിയ വിചാരണ കോടതി ഉത്തരവിനെതിരെ കന്യാസ്ത്രീ അപ്പീലുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. സിജോ വി ജോൺ ആണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. കൊട്ടിയം തഴുത്തലയിൽ വീണ്ടും പ്രതിഷേധ കേന്ദ്രം ഒഴിവാക്കി കല്ലിടാൻ ഉദ്യോഗസ്ഥർ നടത്തിയ നീക്കം സമരക്കാർ തടഞ്ഞു. കല്ലുകൊണ്ടുവന്ന ലോറിക്കുള്ളിൽ കയറിയും UDF പ്രവർത്തകർ പ്രതിഷേധിച്ചു. വാർത്തയുടെ വിശദാംശങ്ങളുമായി BB വിനോദ് ചേരുകയാണ്. വിനോദ, തഴുത്തലയിൽ ഇപ്പോഴും ഒരു സംഘർഷ സാധ്യത തന്നെ നിലനിൽക്കുകയാണ്. ഇപ്പോ സമരം അവസാനിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് കല്ലിടൽ നടപടികളുമായി മുന്നോട്ട് പോകില്ല എന്ന് പോലീസ് അറിയിച്ചു എന്നാണ് MLA വിഷ്ണുനാഥ് ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ മാധ്യമങ്ങളെ അറിയിച്ചിട്ടുള്ളത്. പോലീസും ജനപ്രതിനിധികളുമായി നടത്തിയ ചർച്ചയുടെ ഒടുവിലാണ് ഇന്നിപ്പോൾ തൽക്കാലത്തേക്ക് ഇന്ന് ഒരു ദിവസത്തേക്ക് ഈ നടപടി ഉണ്ടാകില്ല എന്ന ഒരു അറിയിപ്പ് വന്നത്. ഇപ്പോൾ നേരത്തെ ലോറിക്കുള്ളിൽ കയറി UDF പ്രവർത്തകരുടെ പ്രതിഷേധമുണ്ടായിരുന്നു. ലോറിക്ക് മുന്നിൽ BJP പ്രവർത്തകരും സമരവുമായി ഉണ്ടായിരുന്നു. ഇപ്പോൾ മുദ്രാവാക്യം വിളികൾ അവസാനിപ്പിച്ചിട്ടുണ്ട്. കല്ലുമായി വന്ന ലോറി ഇപ്പോഴും ഇവിടെയുണ്ട്. പോലീസ് നേരത്തെ തന്നെ സ്ഥലത്തുണ്ടായിരുന്നെങ്കിലും പ്രകോപനപരമായ ഒരു സമീപനത്തിലേക്ക് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും ഒരു നടപടി ഉണ്ടായിരുന്നില്ല. തഴുത്തല ജംഗ്ഷനിലായിരുന്നു ആദ്യത്തെ പ്രതിഷേധം. അവിടെ റോഡിൽ കഞ്ഞിവെച്ച് BJP പ്രതിഷേധിച്ചു. കുത്തിയിരുന്ന് UDFന്റെ പ്രതിഷേധവും ഉണ്ടായിരുന്നു. ഏതാണ്ട് 150ഓളം മീറ്റർ മാറി ഈ പ്രതിഷേധ
സ്ഥലം ഒഴിവാക്കി കല്ലിടാനുള്ള നീക്കമാണ് പിന്നീട് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായത്. അവിടെ ഒരു സംഘർഷ സാധ്യത ഒഴിവാക്കുകയായിരുന്നു നീക്കം. എന്നാൽ ഈ രണ്ടാമത്തെ സ്ഥലത്ത് കല്ലിടാനുള്ള നീക്കം അറിഞ്ഞ് പ്രവർത്തകർ വാഹനങ്ങളിൽ ഇവിടേക്ക് എത്തുകയായിരുന്നു. തുടർന്ന് കല്ലുമായി വന്ന ലോറി പ്രവർത്തകർ തടയുകയും ചെയ്തു. പോലീസിന്റെ വലിയ ഒരു സാന്നിധ്യം തന്നെയുണ്ട്. വലിയ തോതിൽ പോലീസിനെ രാവിലെ മുതൽ വനിതാ പോലീസുകാരെ ഉൾപ്പെടെ ഇവിടെ വിന്യസിച്ചിരുന്നു. ഇപ്പോൾ ACP രാഷ്ട്രീയ നേതാക്കളെ അറിയിച്ചിരിക്കുന്നത്, പ്രതിപക്ഷ സമര സംഘടനകളെ അറിയിച്ചിരിക്കുന്നത് ഇന്നത്തേക്കുള്ള നടപടി നിർത്തിവെച്ചു എന്നാണ്. ഏതായിരുന്നാലും ഇന്ന് LDF യോഗം ചേരുന്നുണ്ട്. അതിനുശേഷമൊക്കെയും രാഷ്ട്രീയ തീരുമാനം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വരേണ്ടതുണ്ട്. നാളെ മുതൽ വീണ്ടും കല്ലിടൽ നടപടികൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഏതായിരുന്നാലും ഇന്നത്തെ വലിയ ജനകീയ പ്രതിഷേധത്തെ നാട്ടുകാർ ഉൾപ്പെടെ സമരരംഗത്തുണ്ടായിരുന്നു, പ്രതിപക്ഷ പാർട്ടികൾ ഉണ്ടായിരുന്നു. ഒരു വശത്ത് LDFന്റെ പ്രാദേശിക നേതാക്കൾ ഇതിനെതിരെയുള്ള ബോധവൽക്കരണ പരിപാടികളുമായി രംഗത്തുണ്ട്. എങ്കിൽ തന്നെയും ഇന്നത്തെ ഒരു സമരം കാരണം നടപടികൾ മുന്നോട്ട് പോയില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് കല്ലിടൽ പ്രവൃത്തികൾ ഇന്ന് ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നത്. ഗോപിക, ഏതായാലും കൊല്ലം തഴുത്തലയിലാണ് വലിയ തരത്തിലുള്ള പ്രതിഷേധം സിൽവർ ലൈൻ കല്ലിടലിനെതിരെ ഉണ്ടായിരുന്നത്. കല്ലിടൽ നടപടികൾ അവിടെ നിർത്തിവെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പ്രതിഷേധവും അവസാനിച്ചുവെന്നാണ് BB വിനോദ് റിപ്പോർട്ട് ചെയ്യുന്നത്. സിൽവർ ലൈൻ ബോധവൽക്കരണ ക്യാമ്പയിനുമായി കോഴിക്കോട് വീട് കയറി CPM നേതാക്കൾ. ജില്ലാ സെക്രട്ടറി P. മോഹനന്റെ നേതൃത്വത്തിലായിരുന്നു നേതാക്കളുടെ ഭവന സന്ദർശനം. അതേസമയം മലപ്പുറം താനൂരിൽ UDF പ്രവർത്തകർ പിഴുതെറിഞ്ഞ സിൽവർ ലൈൻ കല്ലുകൾ CPM പ്രവർത്തകർ പുനഃസ്ഥാപിച്ചു. കോഴിക്കോട് ജില്ലയിൽ നല്ലളത്താണ് സിൽവർ ലൈൻ ബോധവൽക്കരണവുമായി CPM നേതാക്കളുടെ ഭവന സന്ദർശനം. സിൽവർ ലൈൻ പ്രതിഷേധം രാഷ്ട്രീയ പ്രേരിതം മാത്രമാണെന്നും പുറമേ നിന്നുള്ള ആളുകൾ തെറ്റിദ്ധരിപ്പിച്ച് പദ്ധതി അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നും നേതാക്കൾ. നഷ്ടപ്പെടാത്ത രൂപത്തിൽ എന്താണോ നിങ്ങൾ ചെയ്യുന്നത് അതിനനുകൂലിക്കാൻ ഞാൻ തയ്യാറാണ്. അത്രയേ ഉള്ളൂ എനിക്ക് പറയാം. പുനരധിവാസം ഉറപ്പുവരുത്തുകയാണെങ്കിൽ പദ്ധതിയെ പിന്തുണയ്ക്കുമെന്നാണ് ജനങ്ങളുടെ പ്രതികരണം. കൃത്യമായ നഷ്ടപരിഹാരം ലഭിക്കണം. ബാങ്കിൽ ആധാരമുള്ളവർക്ക് അത് എടുക്കാനുള്ള സൗകര്യങ്ങളും പിന്നെ വീട് പുനരധിവാസത്തിനുള്ള പൈസ എല്ലാം തന്നതിന് ശേഷം മാത്രമേ ഞങ്ങൾ എടുപ്പിന് വരുള്ളൂ എന്ന് ഉറപ്പ് തന്നിക്കും. CPMന് സ്വാധീനമുള്ള മേഖലകളിലായിരുന്നു നേതാക്കളുടെ ഭവന സന്ദർശനം. നേരത്തെ കല്ലായി ഉൾപ്പെടെയുള്ള മേഖലകളിൽ കല്ലിടലിനെതിരെ പ്രതിഷേധം ശക്തമായിരുന്നു. അതേസമയം മലപ്പുറത്ത് താനൂർ വട്ടത്താണിയിൽ UDF പ്രവർത്തകർ പിഴുതെറിഞ്ഞ സർവേ കല്ലുകൾ CPM പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പുനഃസ്ഥാപിച്ചു. CPM ജില്ലാ നേതാക്കൾ എത്തിയാണ് കല്ലുകൾ പുനഃസ്ഥാപിച്ചത്. ഇതിനിടയിൽ UDF കൌൺസിലർ ഫാത്തിമ പ്രതിഷേധവുമായി രംഗത്തെത്തി. ആനുകൂല്യങ്ങൾ ലഭിച്ചാലേ നമുക്ക് എന്തും ചെയ്യാൻ പറ്റുള്ളൂ. അത് തരുന്നു ഒരു പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ സഹകരിക്കും. മലപ്പുറം ബ്യൂറോയ്ക്കൊപ്പം ന്യൂസ് 18 കോഴിക്കോട്. സിൽവർ ലൈൻ വിഷയത്തിൽ കോൺഗ്രസും BJPയും ചേർന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുവെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. ആ തെറ്റിദ്ധാരണ മാറ്റാനാണ് വീടുകൾ തോറും ബോധവൽക്കരണം നടത്തുന്നത്. സർവേക്ക് സുപ്രീം കോടതി അനുമതിയുണ്ടെന്നും നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും കോടിയേരി ബാലകൃഷ്ണൻ കൊച്ചിയിൽ പറഞ്ഞു. UDFന്റെ അഭിപ്രായം നോക്കി തീരുമാനമെടുക്കാൻ പുറപ്പെട്ടാൽ കേരളം ഒരിക്കലും വികസിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് അവരുടെ എതിർപ്പ് ഒരു ഭാഗത്ത് തുടരട്ടെ. ഇടതുപക്ഷ ജനാധിപത്യം ജനങ്ങളെ കൂടെ നിർത്തി പദ്ധതി നടത്തും. ജനങ്ങളല്ല UDFകാരാണ്, അവർക്കാണ് ബോധ്യപ്പെടാത്തത്. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചതുകൊണ്ട് ആ തെറ്റിദ്ധാരണ മാറ്റാനാണ് ഞങ്ങളിപ്പോൾ ജനങ്ങളിലേക്ക് പോകുന്നത്. ഇപ്പൊ ഇന്നലെ ചെങ്ങന്നൂരിൽ പോയപ്പോൾ കണ്ടില്ലേ, മന്ത്രി ഉൾപ്പെടെ പോയി ആൾ പറഞ്ഞില്ലേ ഞങ്ങൾ ഇതൊന്നും മനസ്സിലാക്കിയിട്ടില്ല എന്ന് പറഞ്ഞില്ലേ. ഇങ്ങനെ ഓരോ സ്ഥലത്തും ഇറങ്ങി ചെല്ലുമ്പോൾ ആ കാര്യം മനസ്സിലാകുമ്പോൾ അവരിതിന്റെ കൂടെ നിൽക്കുന്നുണ്ട്. സിൽവർ ലൈൻ പദ്ധതിയിൽ നിലപാട് വ്യക്തമാക്കി കത്തോലിക്ക സഭ. സഭയെ വികസന വിരോധികളെന്ന് മുദ്രകുത്തുന്നവർ ഒരു കാലത്ത് ട്രാക്ടറിനെയും കമ്പ്യൂട്ടറിനെയും എതിർത്ത് ചരിത്രമുള്ളവർ. ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരം ലഭിക്കാതെയും പൊതുജനത്തിന്റെ ആശങ്ക ദൂരീകരിക്കാതെയും പദ്ധതിയെ ന്യായീകരിക്കാൻ കഴിയില്ല. സംശയങ്ങൾ ദൂരീകരിക്കാൻ സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കാത്തത് സംശയം ജനിപ്പിക്കുന്നു. പോലീസിനെ രംഗത്തിറക്കി ബലം പ്രയോഗിക്കുന്നത് ആശങ്കാജനകം. ബലപ്രയോഗത്തിലൂടെ വികസനമെന്ന പേരിൽ കിരാത നടപടികൾക്ക് തുനിയുന്നത് വിരോധാഭാസമാണെന്നും ദീപിക ദിനപത്രത്തിലെ ലേഖനത്തിൽ സഭ വ്യക്തമാക്കുന്നു. മന്ത്രിമാർ സിൽവർ ലൈൻ കല്ല് പുനഃസ്ഥാപിക്കുന്നതിനെതിരെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കല്ല് സ്ഥാപിക്കലാണോ മന്ത്രിമാരുടെ ജോലിയെന്ന് VD സതീശൻ ചോദിച്ചു. കേരളയിൽ ഉദ്യോഗസ്ഥർ ചെയ്യേണ്ട പണി മന്ത്രിമാർ ചെയ്യേണ്ടതില്ല. ആര് കല്ല് സ്ഥാപിച്ചാലും പിഴുതെറിയുമെന്ന് VD സതീശൻ പറഞ്ഞു. അല്ല, മന്ത്രിമാരുടെ ജോലി അതാണെന്നാണ് അവരാലോചിക്കേണ്ടത്. കേരളയിൽ ഉദ്യോഗസ്ഥർ ചെയ്യുന്ന ജോലി അവർ ചെയ്യേണ്ട ആവശ്യമില്ല. ആര് കൊണ്ടുപോയി തിരിച്ച് കല്ലിട്ടാലും ആ കല്ല് പിഴുതെറിയും. ഇവിടെ ചിലർ പറയുന്നു കോടതി വിധി വന്നു, സുപ്രീം കോടതി വിധി വന്നു. ഹൈക്കോടതിയുടെയും സുപ്രീം കോടതിയുടെയൊക്കെ വിധി വളരെ സാങ്കേതികം മാത്രമാണ്.
സർവേ ആൻഡ് ബൗണ്ടറീസ് ആക്ട് അനുസരിച്ച് അതിൻ്റെ സെക്ഷൻ 6 അനുസരിച്ച് കല്ലിടറോ വേണ്ടേ എന്നുള്ളൊരു നിസ്സാര പ്രശ്നം മാത്രമാണ് ഹൈക്കോടതിയും സുപ്രീം കോടതിയും ചർച്ച ചെയ്തത്. ഞങ്ങളാരും കോടതി പോയിട്ടില്ലല്ലോ. അപ്പോൾ അതെല്ലാം സാങ്കേതികം മാത്രമാണ്. ഈ പദ്ധതി നടപ്പാക്കാൻ കേരളത്തിൽ അനുവദിക്കുന്ന പ്രശ്നമില്ല. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ക്ഷാമബത്ത വർദ്ധിപ്പിച്ചു. 3% വർധന. KP അഭിലാഷുണ്ട്. അഭിലാഷ്, വിവരങ്ങൾ. ഗോപിക, ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗമാണ് കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ക്ഷാമബത്ത വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. 3% വർധനവാണ് വരുത്തിയിട്ടുള്ളത്. നിലവിൽ 31% ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ക്ഷാമബത്ത. ഇത് 34% ഉയരാൻ പോകുന്നത്. 50 ലക്ഷത്തോളം വരുന്ന കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും 65 ലക്ഷത്തോളം വരുന്ന പെൻഷൻകാർക്കുമാണ് ഇതിന്റെ ആനുകൂല്യം ലഭിക്കുക. മാർച്ചിലെ ശമ്പളത്തോടൊപ്പം പുതുക്കിയ DA കൂടി നൽകും എന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുള്ളത്. കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം 9,544 കോടി രൂപയുടെ അധിക ബാധ്യതയാണ് ഈ വർധനവിലൂടെ വരിക എന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ആയിരുന്നു DA 28% നിന്ന് 31% ഉയർത്തിയത്. 7ാം കേന്ദ്ര ശമ്പള കമ്മീഷന്റെ ശുപാർശകൾ അടിസ്ഥാനമാക്കിയാണ് ഈ വർധനവ് വരുത്തിയിട്ടുള്ളത്. ഈ പണപ്പെരുപ്പം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് കൂടുതൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു എന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് DA 3% ഇപ്പോൾ വർദ്ധിപ്പിച്ചിട്ടുള്ളത്. കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ക്ഷാമബത്ത 3% വർദ്ധിപ്പിച്ചു. KP അഭിലാഷാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. സംസ്ഥാനത്തെ IT പാർക്കുകളിൽ മദ്യവിൽപ്പനശാലകൾ തുടങ്ങാൻ തീരുമാനം. ബ്രൂവറികൾക്കും ധാന്യങ്ങളിൽ നിന്ന് വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കുന്നതിനും ലൈസൻസ് അനുവദിക്കും. മദ്യവിൽപ്പനശാലകളുടെ തിരക്ക് നിയന്ത്രിക്കാൻ കൂടുതൽ പ്രീമിയം മദ്യ കൗണ്ടറുകൾ അനുവദിക്കാനും സംസ്ഥാന മന്ത്രിസഭ അംഗീകരിച്ച മദ്യനയം ശുപാർശ ചെയ്യുന്നു. IT പാർക്കുകളിൽ പബ്ബുകൾ തുടങ്ങാനായിരുന്നു ആലോചനയെങ്കിലും മദ്യനയത്തിൽ അത് ഉൾപ്പെടുത്തിയിട്ടില്ല. പകരം ബാർ, റെസ്റ്റോറന്റുകൾ എന്ന പേരിലാകും മദ്യവിൽപ്പനശാലകൾ. IT പാർക്കുകളിലെ ജീവനക്കാർക്കും അതിഥികൾക്കും പ്രവൃത്തി സമയത്തിനു ശേഷമുള്ള വിനോദത്തിന് അവസരമില്ലെന്ന പരാതി ഒഴിവാക്കാനാണ് നടപടി. പാർക്കുകളിലെ പ്രത്യേക സ്ഥലങ്ങളിൽ കർശനമായ വ്യവസ്ഥകളോടെ മദ്യം നൽകുന്നതിന് പ്രത്യേക ലൈസൻസ് അനുവദിക്കും. സംസ്ഥാനത്തെ നിക്ഷേപ സൗഹൃദമാക്കുന്നതിന് ഇത്തരം ലൈസൻസുകൾ അനിവാര്യമാണെന്ന് മദ്യനയം പറയുന്നു. സംസ്ഥാനത്ത് ആവശ്യമായ വിദേശ മദ്യമോ ബിയറോ ഉത്പാദിപ്പിക്കാൻ കഴിയുന്നില്ല. അതിനുള്ള പരിഹാര മാർഗമാണ് ബ്രുവറി ലൈസൻസ്. കള്ളിന്റെ ഉത്പാദനം, അന്തർജില്ലാ റേഞ്ച് നീക്കം എന്നിവ നിരീക്ഷിക്കുന്നതിന് ട്രാക്ക് ആൻഡ് ട്രേസ് സംവിധാനം ഏർപ്പെടുത്തും. 3 സ്റ്റാർ മുതൽ ക്ലാസിഫിക്കേഷനുള്ള ഹോട്ടലുകൾക്ക് മാത്രമാണ് നിലവിൽ സംസ്ഥാനത്ത് ബാർ ലൈസൻസ്. ഇത് തുടരും. മദ്യവിൽപ്പനശാലകളെ ക്യൂ മുക്തമാക്കും. കൂടുതൽ മദ്യവിൽപ്പനശാലകൾ വാക്ക് ഇൻ ഫെസിലിറ്റി സംവിധാനത്തോടെ നവീകരിക്കും. പൂട്ടിപ്പോയ വിൽപ്പനശാലകളും പ്രീമിയം ഷോപ്പുകളായി പുനരാരംഭിക്കും. കശുമാങ്ങ, കൈതച്ചക്ക, ചക്ക, വാഴപ്പഴം, ജാതിത്തൊണ്ട് എന്നിവയിൽ നിന്ന് വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കാനും മദ്യനയം നിർദ്ദേശിക്കുന്നു. കാർഷിക മേഖലയുടെ പുനരുജ്ജീവനത്തിനായാണ് ധാന്യങ്ങൾ ഒഴികെയുള്ള കാർഷികോൽപ്പന്നങ്ങളിൽ നിന്ന് വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കുന്നതെന്നാണ് മദ്യനയം പറയുന്നത്. വിനോദസഞ്ചാര മേഖലകളിൽ മദ്യം ലഭ്യമായില്ലെങ്കിൽ മയക്കുമരുന്നിന്റെ ഉപയോഗം വർദ്ധിക്കും. അതുകൊണ്ട് വിനോദസഞ്ചാര മേഖലകളിൽ മദ്യലഭ്യത ഉറപ്പാക്കും. മദ്യനിരോധനം അപ്രായോഗികമായതിനാൽ മദ്യവർജനമാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് പ്രഖ്യാപിക്കുന്ന നയത്തിലാണ് പുതിയ മദ്യവിൽപ്പനശാലയുടെ കാര്യത്തിൽ ഉദാര സമീപനമെന്നതും ശ്രദ്ധേയം. ന്യൂസ് 18 തിരുവനന്തപുരം. IT മേഖലയിൽ ബാർ, റെസ്റ്റോറന്റുകൾ അനുവദിക്കുമെന്ന് മന്ത്രി MB ഗോവിന്ദൻ. ഡ്രൈ ഡേ ഒഴിവാക്കില്ല. പുതിയ മദ്യനയത്തിൽ വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കാൻ കർഷകർക്ക് അനുമതി നൽകിയെന്നും MB ഗോവിന്ദൻ ന്യൂസ് 18നോട് പറഞ്ഞു. ഈ മദ്യനയത്തിന് അംഗീകാരമായല്ലേ? കാർഷിക ഉൽപ്പന്നങ്ങളിൽ നിന്ന് വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കാനുള്ള പദ്ധതി ആസൂത്രണം കൃഷിക്കാർക്ക്. കള്ള് ഷാപ്പുകളൊന്നും അതൊന്നും ഇപ്പൊ അനക്കുന്നില്ല. 3 സ്റ്റാർ to 5 സ്റ്റാർ ബാർ വരുമ്പോ അതിന് പ്രത്യേക നയമൊന്നുമില്ല. പോയതുപോലെ പബ്ബുകളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയല്ലേ? പമ്പുകളൊന്നുമില്ല. നല്ല വെറുതെ ഇല്ല, പബ്ബുകളില്ല. ഔട്ട്ലെറ്റുകൾ കോടതി ചൂണ്ടിക്കാണിച്ചതുപോലെ വലിയ തിരക്കൊക്കെ ഉള്ളതിന്റെ പൂർണ്ണമായിട്ട് മാറ്റി വാക്കിൻ സംവിധാനമാക്കും. പുതുതായി തുടങ്ങുന്ന പ്രീമിയം സംവിധാനത്തിന്റെ ഭാഗമായിട്ട് മാത്രമേ തുടങ്ങും. ക്യൂ നിന്നുകൊണ്ടുള്ള ഒരു ഷാപ്പ് ഇനി കേരളത്തിലുണ്ടാവില്ല. ആളുകൾക്ക് അകത്ത് തന്നെ ഇരിക്കാനും അവിടുന്ന് അവർക്ക് എന്താണോ ആവശ്യമുള്ളത് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊണ്ടുപോകാനും എല്ലാം ഓൺലൈൻ സംവിധാനത്തിന്റെ ഭാഗമായിട്ടാണ് കാര്യങ്ങൾ എല്ലാം കമ്പ്യൂട്ടറൈസ് ചെയ്ത്. മദ്യപന്മാരാണ് എന്ന് തോന്നുന്ന ഒരു മാനസികാവസ്ഥ ഉത്പാദിപ്പിക്കുന്ന ഈ നീണ്ട ക്യൂകളാണ്. അപ്പൊ ആ നീണ്ട ക്യൂ പൂർണ്ണമായിട്ട് ഒഴിവാക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്.
CPI മന്ത്രിമാരുടെ എതിർപ്പ് വകവയ്ക്കാതെ ലോകായുക്ത ഭേദഗതി ഓർഡിനൻസ് പുതുക്കിയിറക്കാൻ മന്ത്രിസഭാ യോഗത്തിന്റെ ശുപാർശ. കാലാവധി കഴിഞ്ഞ ഓർഡിനൻസുകൾ പുനർവിളംബരം ചെയ്യാനുള്ള അജണ്ട ചർച്ചയ്ക്കെടുത്തപ്പോഴാണ് മന്ത്രി കെ രാജൻ CPIയുടെ വ്യത്യസ്താഭിപ്രായം അറിയിച്ചത്. രാഷ്ട്രീയ ഐക്യം വേണ്ട വിഷയമായതിനാൽ തീരുമാനം മാറ്റിവെക്കണമെന്നായിരുന്നു ആവശ്യം. എന്നാൽ ഓർഡിനൻസ് ലാപ്സാകാതിരിക്കേണ്ട ഉത്തരവാദിത്തം മന്ത്രിസഭയ്ക്കുണ്ടെന്ന് പറഞ്ഞ നിയമമന്ത്രി ഓർഡിനൻസ് പുതുക്കിയിറക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു. നിയമ ഭേദഗതി ബില്ലായി നിയമസഭയിൽ വരുമ്പോൾ ചർച്ചയാകാമെന്ന നിലപാടിലാണ് CPM. ബസ്, ഓട്ടോ, ടാക്സി നിരക്ക് വർധനയിൽ വൈകിട്ട് തീരുമാനം. നിരക്ക് വർധനാ ശുപാർശകൾ ഇടതുമുന്നണി യോഗം ചർച്ച ചെയ്യും. ബസ് മിനിമം നിരക്ക് 8 നിന്ന് 12 രൂപയാക്കണമെന്നാണ് ബസ് ഉടമകളുടെ ആവശ്യം. സിൽവർ ലൈൻ വിരുദ്ധ സമരവും മുന്നണി യോഗം ചർച്ച ചെയ്യും. രാജ്യത്ത് കുതിച്ചുയർന്ന് ഇന്ധനവില. പെട്രോൾ ലിറ്ററിന് 88 പൈസയും ഡീസലിന് 84 പൈസയും വർദ്ധിപ്പിച്ചു. കഴിഞ്ഞ 9 ദിവസത്തിനിടെ 8 തവണയും തുടർച്ചയായ 6ാം ദിവസവുമാണ് ഇന്ധനവില കൂട്ടുന്നത്. 9 ദിവസം കൊണ്ട് പെട്രോളിന് 6 രൂപ 1 പൈസയും ഡീസലിന് 5 രൂപ 84 പൈസയുമാണ് വർദ്ധിപ്പിച്ചത്. ആറ്റിങ്ങലിൽ പിങ്ക് പോലീസ് ഉദ്യോഗസ്ഥ 8 വയസ്സുകാരിയെ ആൾക്കൂട്ടത്തിൽ അപമാനിച്ച സംഭവത്തിൽ പോലീസിന് വീഴ്ച പറ്റിയെന്ന് സംബന്ധിച്ച് സർക്കാർ ഹൈക്കോടതിയിൽ. നഷ്ടപരിഹാരം നൽകാൻ തയ്യാറാണെങ്കിലും അത് ഉദ്യോഗസ്ഥയിൽ നിന്ന് ഈടാക്കാൻ അനുവദിക്കണമെന്ന് സർക്കാർ വാദിച്ചു. കേസ് പിന്നീട് പരിഗണിക്കാൻ മാറ്റി. പിങ്ക് പോലീസ് ഉദ്യോഗസ്ഥയുടെ പരസ്യ വിചാരണയ്ക്കിരയായ കുട്ടിക്ക് 1.5 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന സിംഗിൾ ബെഞ്ച് വിധിക്കെതിരായ അപ്പീലിലാണ് പോലീസിന് വീഴ്ച പറ്റിയതായി സർക്കാർ തുറന്നു സമ്മതിച്ചത്. കോടതി ഉത്തരവ് പ്രകാരം നഷ്ടപരിഹാരം നൽകാൻ തയ്യാറുമാണ്. എന്നാൽ പോലീസുകാരിയിൽ നിന്നും പണം ഈടാക്കാൻ അനുവദിക്കണമെന്ന് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചു. അപമാനത്തിനിരയായ പെൺകുട്ടിക്ക് സർക്കാർ നഷ്ടപരിഹാരം നൽകണമെന്ന ഉത്തരവ് നിയമപരമായി നിലനിൽക്കില്ല. പോലീസ് ഉദ്യോഗസ്ഥരുടെ വ്യക്തിപരമായ വീഴ്ചകൾക്ക് നഷ്ടപരിഹാരം നൽകാൻ സർക്കാരിന് ബാധ്യതയില്ല. കീഴ്വഴക്കം ദൂരവ്യാപകമായ പ്രത്യാഘാതം സൃഷ്ടിക്കുമെന്നും സർക്കാർ കോടതിയിൽ വാദിച്ചു. നഷ്ടപരിഹാരം നൽകാൻ കോടതി വാക്കാൽ പരാമർശിച്ചെങ്കിലും സർക്കാർ എതിർപ്പുയർത്തിയതോടെ കേസ് വേനലവധിക്ക് ശേഷം പരിഗണിക്കാൻ മാറ്റി. ന്യൂസ് 18 കൊച്ചി. സംസ്ഥാനത്തെ 2ാം വർഷ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകൾക്ക് തുടക്കമായി. 2005 കേന്ദ്രങ്ങളിലായി 4.25 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതുന്നത്. SSLC പരീക്ഷ നാളെ ആരംഭിക്കും. ഫോക്കസ് ഏരിയ, നോൺ ഫോക്കസ് ഏരിയ ഒരുപാട് വരും എന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ അത്രയൊന്നും ഇല്ലായിരുന്നു. നല്ല രീതിയിൽ തന്നെ നോൺ ഫോക്കസ് ഏരിയയും എഴുതാൻ പറ്റുന്ന ഒരു രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. പഠിച്ചതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. മോഡലിനെ അപേക്ഷിച്ച് ഇത്തിരി എളുപ്പമുണ്ടായിരുന്നു. കുഴപ്പമില്ലായിരുന്നു, നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. അധ്യയന വർഷത്തിന്റെ പകുതി വീതം ഓൺലൈൻ, ഓഫ്ലൈൻ ക്ലാസുകൾക്ക് ശേഷമാണ് വിദ്യാർത്ഥികൾ പരീക്ഷാ ഹാളിലേക്ക് എത്തിയത്. 2ാം വർഷ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലായി 4,33,325 വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതുന്നത്. കേരളത്തിനകത്തും പുറത്തുമായി 2005 പരീക്ഷാ കേന്ദ്രങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട്. ഫോക്കസ് ഏരിയയിൽ നിന്നും 70% ചോദ്യങ്ങളും ഫോക്കസ് ഏരിയയ്ക്ക് പുറത്തുനിന്നും 30% ചോദ്യങ്ങളുമാണ് ചോദ്യപേപ്പറിലുള്ളത്. ഭീതി ഒഴിഞ്ഞിട്ടുണ്ടെങ്കിലും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചാണ് പരീക്ഷാ നടത്തിപ്പ്. SLC ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിച്ചു. മാർച്ച് 31 മുതൽ ഏപ്രിൽ മാസം 29 വരെയാണ് SLC പരീക്ഷ. പരീക്ഷയിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ വിദ്യാർത്ഥികൾ, നമ്മുടെ മക്കൾ ഒരു കാരണവശാലും ഭയപ്പെടേണ്ട കാര്യമില്ല എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. അതേസമയം SSLC പരീക്ഷകൾക്ക് നാളെ തുടക്കമാകും. ഉച്ചയ്ക്ക് ശേഷമാണ് പരീക്ഷകൾ നടക്കുക. 4,26,999 വിദ്യാർത്ഥികളാണ് SSLC പരീക്ഷ എഴുതുക. ന്യൂസ് 18 തിരുവനന്തപുരം. തൃശൂർ കോർപ്പറേഷൻ ബജറ്റ് അവതരണത്തിന്റെ ഭരണപ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ കയ്യാങ്കളി. പ്രതിപക്ഷം ബജറ്റ് പേപ്പറുകൾ കീറിയെറിഞ്ഞു. ബഹളത്തിനിടെ ഡെപ്യൂട്ടി മേയർ രാജശ്രീ ഗോപൻ അവതരിപ്പിച്ച ബജറ്റ് പാസാക്കി. പ്രതിപക്ഷത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് മേയർ MK വർഗീസ് പറഞ്ഞു. ബജറ്റ് അവതരണത്തിന് മുമ്പേ തന്നെ UDF അംഗങ്ങൾ ബഹളം തുടങ്ങി. മേയറുടെ മൈക്ക് പിടിച്ചു വാങ്ങി. ഇതോടെ ഭരണപക്ഷവും നടുത്തളത്തിൽ. വാക്കേറ്റം കയ്യാങ്കളിയായി. ഡെപ്യൂട്ടി മേയർ ബജറ്റ് അവതരിപ്പിക്കുന്നത് തടയാൻ പ്രതിപക്ഷം ശ്രമിച്ചതോടെ ഉന്തും തള്ളും. പലർക്കും പരിക്കേറ്റു. പൊതുമുതൽ നശിപ്പിച്ച പ്രതിപക്ഷ നേതാവ് രാജൻ പല്ലൻ, AK സുരേഷ്, ലാലി ജെയിംസ് എന്നിവർക്കെതിരെ നടപടിയെടുക്കുമെന്ന് മേയർ. സാധാരണ ജനങ്ങളെ സഹായിക്കുവാൻ തയ്യാറായ
ഈ ഭരണപക്ഷം മുന്നോട്ട് പോകുമ്പോൾ അതിനെ തടയിട്ടുകൊണ്ട് ഇതുപോലെ ഭീഷണിപ്പെടുത്തുന്ന ഗുണ്ടറൈസിംഗ് നടത്തുന്ന ഈ നടപടി ഒരിക്കലും ശരിയല്ല. ഇത് തൃശൂർ മാസ്റ്റർ പ്ലാൻ അമൃതം പദ്ധതിയിൽ ഉൾപ്പെടുത്താനുള്ള കരട് റിപ്പോർട്ട് കൗൺസിൽ ചർച്ച ചെയ്യാതെ കേന്ദ്ര സർക്കാരിന് കൈമാറിയെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം. BJPയും LDFും ഒത്തുകളിച്ച് കോടികളുടെ അഴിമതി നടത്തുകയാണെന്നും നേതാക്കൾ പറഞ്ഞു. ന്യൂസ് 18 തൃശൂർ. നടിയെ ആക്രമിച്ച കേസിൽ വാട്സ്ആപ്പ് ചാറ്റുകൾ നശിപ്പിച്ചത് താൻ തന്നെയെന്ന് നടൻ ദിലീപ്. ഫോൺ ഹാങ് ആകാതിരിക്കാനാണ് ചാറ്റുകൾ നശിപ്പിച്ചതെന്നും അന്വേഷണ സംഘത്തോട് ദിലീപ് വെളിപ്പെടുത്തി. എന്നാൽ സൈബർ വിദഗ്ധൻ സായ് ശങ്കറിന്റെ വെളിപ്പെടുത്തലുകളെക്കുറിച്ച് ചോദിച്ചപ്പോൾ ദിലീപ് മൌനം പാലിച്ചു. വധശ്രമ ഗൂഢാലോചന കേസിൽ ശരത്തിന്റെ ചോദ്യം ചെയ്യൽ ഇന്നും തുടരും. 2 ദിവസങ്ങളിലായി 16 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിൽ ദിലീപിൽ നിന്നും നിർണായക വിവരങ്ങൾ ലഭിച്ചു എന്നാണ് ക്രൈംബ്രാഞ്ച് നൽകുന്ന സൂചന. ഫോൺ രേഖകൾ നശിപ്പിച്ചിട്ടില്ലെന്ന് ആദ്യം പറഞ്ഞിരുന്നെങ്കിലും വാട്സപ്പ് ചാറ്റുകൾ സ്വയം നശിപ്പിച്ചിട്ടുണ്ടെന്ന് ദിലീപ് ഇന്നലെ സമ്മതിച്ചു. മെമ്മറി ഫുള്ളാകുമ്പോൾ ഫോൺ ഹാങ് ആകും. ഇത് ഒഴിവാക്കാനാണ് വാട്സപ്പ് ചാറ്റുകൾ നശിപ്പിച്ചത്. രേഖകൾ നശിപ്പിക്കാൻ ദിലീപ് സഹായം തേടിയിരുന്നുവെന്ന സൈബർ വിദഗ്ധന്റെ വെളിപ്പെടുത്തലിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ദിലീപ് മൗനം പാലിച്ചു. തന്റെ ചാറ്റുകൾ നശിപ്പിക്കാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല എന്ന് മാത്രമായിരുന്നു മറുപടി. സംവിധായകൻ ബാലചന്ദ്രകുമാർ പുറത്തുവിട്ട ശബ്ദരേഖകളിൽ പലതും മിമിക്രിയാണെന്നും മറ്റാരോ ശബ്ദം ഡബ്ബ് ചെയ്തതാണെന്നും ദിലീപ് വാദിച്ചു. ചില ശബ്ദശകലങ്ങൾ മാത്രമാണ് തൻ്റേതായുള്ളത്. ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തൽ ഗൂഢാലോചനയുടെ ഭാഗമാണ്. കോടതിയിൽ തിരിച്ചടിയുണ്ടായപ്പോഴാണ് ബാലചന്ദ്രകുമാർ പുതിയ ആരോപണവുമായി രംഗത്ത് വന്നതെന്നും ദിലീപ് ആരോപിച്ചു. ഒരുമിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യലിൽ ബാലചന്ദ്രകുമാറിന് മറുപടി നൽകാൻ ദിലീപ് തയ്യാറായില്ല. ഇതിനുള്ള മറുപടി കോടതിയിൽ നൽകുമെന്നും ദിലീപ് അന്വേഷണ സംഘത്തോട് പറഞ്ഞു. സനോജ് സുരേന്ദ്രൻ, ന്യൂസ് 18 കൊച്ചി. കണ്ണൂരിൽ CPM പാർട്ടി കോൺഗ്രസ് പ്രതിനിധി സമ്മേളനത്തിന്റെ പന്തൽ നിർമ്മാണത്തിനെതിരെ കന്റോൺമെന്റ് ബോർഡ് വീണ്ടും നോട്ടീസ് നൽകി. പന്തൽ നിർമ്മാണത്തിനുള്ള അനുമതിയുടെ മറവിൽ സ്ഥിരം കെട്ടിടം നിർമ്മിക്കുന്നുവെന്നാണ് ബോർഡിന്റെ ആരോപണം. 1 മാസത്തിനുള്ളിൽ മറുപടി നൽകണമെന്നാണ് നോട്ടീസിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കന്റോൺമെന്റ് ബോർഡ് ആക്ട് സെക്ഷൻ 248 പ്രകാരം 1 മാസത്തിനകം മറുപടി ആവശ്യപ്പെട്ടാണ് CPIM പാർട്ടി കോൺഗ്രസ് വേദി നിർമ്മാണത്തിനെതിരെ നോട്ടീസ് നൽകിയത്. കന്റോൺമെന്റ് ബോർഡിന് കീഴിൽ വരുന്ന ബർണശ്ശേരി നായനാർ അക്കാദമിയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അംഗീകരിക്കണമെങ്കിൽ ചിലവിലെ 20% തുക അടയ്ക്കണമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. തീരദേശ പരിപാലന നിയമലംഘനം അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് നായനാർ അക്കാദമിയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് കന്റോൺമെന്റ് ബോർഡ് കഴിഞ്ഞ 19-ാം തീയതി ആദ്യ നോട്ടീസ് നൽകിയിരുന്നു. ദേശീയ സമ്മേളനമായതിനാൽ VIP സുരക്ഷയുള്ള നേതാക്കൾ വരുന്നതുകൊണ്ട് അതിനനുസരിച്ചുള്ള വേദിയൊരുക്കാനാണ് ടെൻസൈൽ ഫാബ്രിക് ഉപയോഗിച്ച് നിർമ്മാണം നടത്തിയത് എന്നാണ് നോട്ടീസിന് അക്കാദമി അധികൃതർ നൽകിയ മറുപടി. ഇതിനു പിന്നാലെയാണ് സ്ഥിര നിർമ്മാണമാണോ എന്ന് വ്യക്തമാക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള 2ാമത്തെ നോട്ടീസ് ബോർഡ് നൽകിയത്. പന്തൽ സ്ഥിരമായി നിലനിർത്തുന്നുണ്ടെങ്കിൽ മാത്രമേ തീരദേശ പരിപാലന നിയമത്തിന്റെ ലംഘനം ഉണ്ടായോ എന്ന് പരിശോധിക്കേണ്ടതുള്ളൂ എന്നും ബോർഡ് വ്യക്തമാക്കുന്നുണ്ട്. 34,000 ചതുരശ്ര മീറ്റർ വിസ്തൃതിയുള്ള ഹാളാണ് പാർട്ടി കോൺഗ്രസ് പ്രതിനിധി സമ്മേളനത്തിനായി നിർമ്മിച്ചിട്ടുള്ളത്. മനു ഭരത്, ന്യൂസ് 18 കണ്ണൂർ. പാലക്കാട് പാടൂർ KSEB സെക്ഷൻ ഓഫീസിൽ അതിക്രമിച്ചു കയറി അസിസ്റ്റന്റ് എഞ്ചിനീയർ ഉൾപ്പെടെ 8 പേരെ സമരക്കാർ മർദ്ദിച്ച സംഭവത്തിൽ 5 പേർ അറസ്റ്റിൽ. ദേശീയ പണിമുടക്കിൽ പങ്കെടുക്കാത്തതിനെ തുടർന്നാണ് CPM ലോക്കൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ ഓഫീസിൽ കയറി ഉദ്യോഗസ്ഥരെ മർദ്ദിച്ചത്. പാടൂർ ലോക്കൽ സെക്രട്ടറി പ്രമോദ്, CPM പ്രവർത്തകരായ രജനീഷ് പ്രസാദ്, അനൂപ്, രാധാകൃഷ്ണൻ എന്നിവരാണ് അറസ്റ്റിലായ CPM നേതാക്കൾ. ഡ്യൂട്ടി തടസ്സപ്പെടുത്തൽ, മർദ്ദിക്കൽ, പൊതുമുതൽ നശിപ്പിക്കൽ തുടങ്ങി ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തത്. ജനങ്ങളുടെ അവകാശം ചോദ്യം ചെയ്യുന്ന എല്ലാ സമരങ്ങളോടും പണിമുടക്കിനോടും വിയോജിപ്പെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ആവശ്യമുള്ളവർ പണിമുടക്കട്ടെ, എന്നാൽ ആളുകളെ നിർബന്ധിക്കുന്നതിനോട് യോജിപ്പില്ല. INTUC കോൺഗ്രസിന്റെ പോഷക സംഘടനയല്ല. പണിമുടക്കിന്റെ പേരിൽ കോൺഗ്രസുകാർ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിൽ കർശന നടപടിയുണ്ടാകുമെന്നും VD സതീശൻ പറഞ്ഞു. മഞ്ചേരി നഗരസഭാ കൌൺസിലർ തലാപ്പിൽ അബ്ദുൾ ജലീലിന് വെട്ടേറ്റു. കാർ തടഞ്ഞു നിർത്തി ബൈക്കിലെത്തിയ സംഘം ആക്രമിക്കുകയായിരുന്നു. തലയ്ക്ക് പരിക്കേറ്റ ജലീലിനെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പാർക്കിങ്ങിനെ ചൊല്ലി തർക്കം നടന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ആക്രമണം ഉണ്ടായത്. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു.
സിൽവർ ലൈൻ വരുന്നതോടെ പ്രതിസന്ധിയിലാണ് തിരുവനന്തപുരം പൗണ്ട് കടവിലെ 10 കുടുംബങ്ങൾ. ഒരു ഭാഗത്ത് റെയിൽവേ ട്രാക്കും മറുഭാഗത്ത് കേരയിലും വരുന്ന രീതിയിലാണ് ഇപ്പോൾ സർവേ പൂർത്തിയാക്കിയിരിക്കുന്നത്. ഈ ഭൂമി കൂടി സർക്കാർ ഏറ്റെടുക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. ഇത് വീടുകളുടെ മുന്നിൽ നിന്നുള്ള കാഴ്ച. നിലവിലെ സർവേ പ്രകാരം വീടുകൾക്ക് പിന്നിലൂടെയാണ് സിൽവർ ലൈൻ കടന്നു പോകുന്നത്. രണ്ടിനുമിടയിൽ 10 വീടുകൾ. ചില വീടുകൾ റെയിൽവേയുടെയും ചിലത് കേരയിലിന്റെയും ബഫർ സോണുകളിൽ ഉൾപ്പെടും. പൂർണ്ണമായി വഴിയടഞ്ഞു പോകുമോ എന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ. ഇതിലിപ്പോൾ ഒരു റെയിൽവേ പോകുന്നത് തന്നെ നമുക്ക് ജീവിതത്തിന് വലിയ ബുദ്ധിമുട്ടാണ്. എങ്കിലും ജീവിക്കാതിരിക്കാൻ പറ്റത്തില്ല. റെയിൽവേയും വേണം, നമുക്ക് ജീവിക്കുകയും വേണം. അതിനോടൊപ്പം തന്നെ ഒരു റെയിൽ കൂടി പോകുന്നുണ്ട്. പക്ഷേ ആ റെയിൽ പോകുമ്പോഴേക്ക് നമ്മുടെ സ്ഥലം എടുക്കുന്നില്ല. എന്നാൽ ആ റെയിൽ കൂടി പുറകിലാണ്. 2 സൈഡിലും കൂടി 2 റെയിലും കൂടി നീങ്ങിയിട്ട് നമ്മുടെ ജീവിതം തന്നെ അവതാളത്തിലാകുമോ എന്നുള്ള ഭയമാണ്. അപ്പോൾ ഒന്നുകിൽ ഈ സ്ഥലം വികസനത്തിന് നമ്മൾ എതിരല്ല, ഒന്നുകിൽ നമ്മളെ കൂടി ഈ സ്ഥലത്തിൽ ഉൾപ്പെടുത്തി എടുക്കുക, അതല്ല എന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും പോകുമ്പഴി കാണുക. ഇപ്പോഴാണ് ഞങ്ങളിത് വീട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത്, മെയിൻ്റനൻസ് തന്നെ ചെയ്യുന്നത്. 10 കൊല്ലം കൊണ്ട് നമ്മൾ വീട് പണിതിട്ടിട്ട് ഇതുവരെ വീടൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇനി അടുത്ത ഇതും കൂടെ വരുമ്പോഴും ഞങ്ങൾക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകാനോ എടുക്കാനോ ഒന്നിനും പറ്റില്ല. വികസനത്തിനെതിരല്ലെന്നാണ് ഇവർ പറയുന്നത്. സിൽവർ ലൈനാണെങ്കിലും റെയിൽവേക്കാണെങ്കിലും ഭൂമി വിട്ടു നൽകാൻ തയ്യാറാണെന്നും ഇവർ പറയുന്നു. കേരളയിൽ വരുന്ന വികസനത്തിന് ഞങ്ങൾ എല്ലാവരും അതിന് സപ്പോർട്ടാണ്. പക്ഷേ ഇതിനൊരു തീരുമാനം ഞങ്ങൾക്ക് എടുത്തേ പറ്റൂ. ഞങ്ങൾക്ക് ഈ 2 റെയിൽവേയുടെയും കൂടെ ഇടയ്ക്ക് കിടക്കാൻ ഒരിക്കലും അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഗവൺമെൻറ് അതിനെന്താണെന്ന് വെച്ചാൽ ഒരു നടപടി എടുത്തേ പറ്റൂ. റെയിൽവേ വന്നപ്പോൾ ഒരു ഭാഗത്തു കൂടിയുണ്ടായിരുന്ന വഴി അടഞ്ഞു. റെയിൽവേ ബഫർ സോണിൽ ഉൾപ്പെട്ട വീടുകൾ പുതുക്കിപ്പണിയാൻ പോലും വലിയ സാങ്കേതിക നടപടികളിലൂടെയാണ് ഇവർ കടന്നു പോകുന്നത്. സിൽവർ ലൈൻ കൂടി വരുന്നതോടെ ഇപ്പോൾ സഞ്ചരിക്കുന്ന വഴി കൂടി ഇല്ലാതാകും എന്നതാണ് ഇവർ നേരിടുന്ന പ്രതിസന്ധി. ഉമേഷ് ബാലകൃഷ്ണൻ, ന്യൂസ് 18, തിരുവനന്തപുരം. ആരംഭിച്ച് 2 വർഷം പിന്നിട്ടിട്ടും പൂർണ്ണമായി ഫലം കാണാതെ തെരുവ് ജീവിതമില്ലാത്ത കോഴിക്കോട് എന്ന ലക്ഷ്യവുമായി ജില്ലാ ഭരണകൂടം ആരംഭിച്ച ഉദയം പദ്ധതി. തെരുവിൽ കഴിയുന്നവരുടെ എണ്ണം വളരെ അധികമാണ്. വർഷങ്ങളായി വീടിന് അപേക്ഷ നൽകിയിട്ട് ലഭിക്കാത്തവരും ഇക്കൂട്ടത്തിലുണ്ട്. വർഷങ്ങളായി തെരുവിൽ കഴിയുന്നവരെ പുനരധിവസിപ്പിക്കാൻ ഉദയം പദ്ധതിയടക്കം വിവിധ പദ്ധതികളാണ് കോഴിക്കോട് ജില്ലാ ഭരണകൂടവും സർക്കാരും ആസൂത്രണം ചെയ്യുന്നത്. പദ്ധതിയുടെ നടത്തിപ്പിന് കൃത്യമായ ആസൂത്രണങ്ങൾ നടക്കുമ്പോഴും വലിയൊരു വിഭാഗം ആളുകൾ തെരുവിൽ തന്നെ. സ്വന്തമായി ഭൂമിയില്ലാത്തവർക്ക് പോലും ഷെൽട്ടർ ഹോമുകളിൽ അഭയം പ്രാപിക്കാനാവുന്നില്ല. 33 കൊല്ലമായി കോഴിക്കോട് വന്നിട്ട് ഇതുവരെ വീടും കാര്യങ്ങളൊന്നും ആയിട്ടില്ല. പൈസ കൊടുത്തിട്ട് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം മേടിക്കും, കഴിക്കും. പിന്നെ പല ആൾക്കാരും വന്ന് സഹായിച്ചിട്ടാണ് എൻ്റെ ജീവിതം കഴിഞ്ഞു പോണത്. പിന്നെ പോലീസുകാരെ കൊണ്ടൊക്കെ ഭയങ്കര ശല്യമാണ്. കിടക്കാനൊന്നും വിടണില്ല. പിന്നെ അവരോട് ഇങ്ങനെ പറയും, വേറെ നിവൃത്തിയില്ല സാറേ, ഇതിന്റെ ചാർജൊക്കെ തീർന്നു കഴിഞ്ഞാൽ പിന്നെ എവിടെയെങ്കിലും പോകാൻ കഴിയില്ല. ജോലി തേടി ജില്ലയിലെത്തിയവരും ഇക്കൂട്ടത്തിലുണ്ട്. 2 വർഷം മുൻപ് കോഴിക്കോട് ജില്ലാ ഭരണകൂടം തുടക്കം കുറിച്ച ഉദയം പദ്ധതിക്ക് 4 ഷെൽട്ടർ ഹോമുകളാണ് ജില്ലയിലുള്ളത്. പദ്ധതിയുടെ ഭാഗമായി ജില്ലയിലെ സന്നദ്ധ കൂട്ടായ്മകളുടെയും വ്യവസായ സംരംഭങ്ങളുടെയും നാട്ടുകാരുടെയും സഹകരണത്തോടെ താൽക്കാലിക ക്യാമ്പുകൾ ഒരുക്കി നൽകിയിരുന്നു. ഇതുവരെ 1400-ലധികം ആളുകൾക്ക് പൊതുജന പങ്കാളിത്തത്തോടെ പുനരധിവാസ സേവനങ്ങൾ ലഭ്യമാക്കിയിട്ടുണ്ട്. ഇതിൽ 400ഓളം വരുന്ന അന്തേവാസികളെ വെള്ളിമാടുകുന്ന്, മാങ്കാവ്, ഈസ്റ്റ് ഹിൽ എന്നീ 3 കേന്ദ്രങ്ങളിലായാണ് പാർപ്പിച്ചിരിക്കുന്നത്. തെരുവ് ജീവിതങ്ങളില്ലാത്ത കോഴിക്കോട് എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതിക്ക് തുടക്കം കുറിച്ചതെങ്കിലും ഇത്രയധികം ആളുകൾ തെരുവിൽ കഴിയുന്നത് ജില്ലാ ഭരണകൂടത്തിന് വലിയ വെല്ലുവിളിയാണ്. ന്യൂസ് 18 കോഴിക്കോട്. ഇനി ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം അതിഥി വിശേഷങ്ങളുമായി അശ്വതി ചേരും.